Ready? 1, 2, 3. Hi Hello guys. Welcome to Germany. ഹലോ ഗൈസ്. സോ അവരെയും കൊണ്ട് ഞാൻ പഠിപ്പിച്ചതായിരുന്നു. അവർ പഠിച്ചുകൊണ്ടിരിക്കണം. അവരെ ഞാൻ വ്ളോഗർ ആക്കാൻ പോലുള്ള പ്ലാനാണ്. ചുമ്മാ പറഞ്ഞതാട്ടോ. അപ്പൊ ഞങ്ങൾ ഇന്ന് പോണത് ഉൽമിലാണ്. ഉൽമിൽ ഒരു ചർച്ച് ഉണ്ട്. ചർച്ച് കാണാനായിട്ട് പോവാണ്. സോ അച്ഛന്മാർ റെഡി അല്ലേ? അച്ഛക്കുട്ടൻ ആർ യു റെഡി? യെസ്. അപ്പൊ ഞങ്ങൾ എല്ലാവരും റെഡിയാണ്. ഞങ്ങൾ ഇറങ്ങാൻ പോവാണ്. 8:10 ഞങ്ങളുടെ ബസ്. ഓക്കെ, ജേർണി കാണാം നമുക്കൊപ്പം. ആണോ? അച്ഛനെ കണ്ടില്ലെന്ന് അച്ഛൻ കംപ്ലൈന്റ് പറയണു. എല്ലാവരും അച്ഛനെ കാണൂ. ഓക്കെ, ശരി, ബൈ. സീ ഗൈസ്, ഞങ്ങളുടെ ഇവിടുത്തെ വ്യൂ ആണ്. വീട്ടിലത്തെ നല്ല ഭംഗിയില്ലേ? രാവിലെ കുറച്ച് ഏർലി ആയതുകൊണ്ടാണ് ഈ വ്യൂ ആയിട്ടുള്ളത്. പിന്നെ എലിയൊക്കെ കൊഴിയണ സീസൺ അല്ലേ, അപ്പൊ ഫുൾ ഇതിലാണ് ഉള്ളത്. പിന്നെ ഇന്നും കുറച്ചൊക്കെ നടക്കാനുണ്ടാവും, അറിയില്ല. ഇവർ കുറച്ച് സ്ലോ ആണ് നടക്കാനൊക്കെ ആയിട്ട്. പക്ഷെ സ്റ്റിൽ ഞങ്ങള് ആടിപ്പാടി രസിച്ച് പോകാറുണ്ട്. അവർക്കിപ്പോ ഞാൻ പറഞ്ഞില്ലേ, സ്റ്റോപ്പൊക്കെ കറക്റ്റായിട്ട് അറിയാൻ നടന്ന് ഇതേ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇപ്പൊ സിറ്റി ഇവിടെ ഒന്നും ക്ലീൻ ചെയ്യില്ല. കുറേ കഴിഞ്ഞിട്ട് എനിക്ക് ക്ലീനൊക്കെ ചെയ്യുള്ളൂ. ബിക്കോസ് ഇപ്പൊ ക്ലീൻ ചെയ്ത് അടുത്ത ഒരു മണിക്കൂറിനുള്ളിൽ വീണ്ടും ഇത്രയും ഇലകൾ വീഴും. അതുകൊണ്ട് എന്താണ് വെച്ച് പറയാനുള്ളത്? നല്ലോണം കേട്ടോ. ഇതന്നെ എന്നും പറയാനുള്ളത്. അല്ല, എനിക്ക് അത് അച്ഛനും മക്കളും, അച്ഛനും അമ്മയും മകളും അവിടെ നിൽക്കുന്നുണ്ട്. ചണ്ണൊക്കെ ഇങ്ങനെ വന്നോണ്ടിരിക്കുകയാണ്. ഞങ്ങൾ അമ്മ മടിച്ചായിട്ടാണ് നിൽക്കാതിരിക്കുകയാണ്. കഴിഞ്ഞ തവണ ഞാൻ ഈ മരം കാണിക്കുമ്പോ കുറേ ഇലകൾ ഉണ്ടായിരുന്നു. ഇപ്പൊ നോക്കിയേ, ഇപ്പൊ അധികമൊന്നുമില്ല. രാവിലെ തന്നെ അവരവരുടെ വേസ്റ്റ് ഒക്കെ എടുക്കുകയാണ്. ഞങ്ങൾ കുറച്ച് നേരത്തെ വരുകൊണ്ട് ഇവിടെ ഉണ്ടാവുന്ന വേസ്റ്റ് ഒക്കെ എടുത്ത് കൊണ്ടുപോവാണ്. സോ ആസ് യൂഷ്വൽ ഞങ്ങളുടെ 11 നമ്പർ ബസ് വന്നിട്ടുണ്ട്. അവരൊക്കെ അവിടെ ഇരുന്നത്. അച്ഛനും ഇവിടെയാണ്. ഇന്ന് ഫുൾ ഇവിടെ ഇങ്ങനെ ബസ്സും പിന്നെ അമ്മവും ഒക്കെ ആയിട്ട് ബാനോഫിലുണ്ട്. ഇവരെല്ലാരും കുറച്ച് വേഗം നടക്കുകയാണ്. കാരണം ഞങ്ങളുടെ ട്രെയിൻ ഉള്ളത് ജസ്റ്റ് 10 മിനിറ്റ് ആണ്. അപ്പൊ 10 മിനിറ്റിന്റെ ഗ്യാപ്പിൽ അങ്ങോട്ട് എത്താൻ വേണ്ടിയിട്ട്. സോ ിൽ വന്നില്ല, നടക്കാൻ ഇഷ്ടം. എനിക്ക് കുറച്ച് സ്ഥലമില്ല. അപ്പൊ വരുന്നുണ്ട്. ഓടി വരുന്നുണ്ട്. സോ ഞങ്ങള് ഇവിടെ ഇരിക്കാന്ന് വിചാരിക്കുന്നു. ഓൾ 4 മെമ്പേഴ്സിന് ഇരിക്കാനുള്ള സ്ഥലമുണ്ട്. കയറൂ. ഹാപ്പിയാണോ? അച്ഛനോ? ഓക്കെ. ഇവിടെ ഉള്ളവരൊക്കെ ഹാപ്പി അല്ലേ? സോ ഞങ്ങൾ സ്റ്റുട്ട്ഗാർട്ടിൽ ഇറങ്ങും. പിന്നെ അവിടുന്ന് വീണ്ടും വേറൊരു ട്രെയിൻ പിടിക്കാനുണ്ട്. മെൽബോണിലാണുള്ളത്. എല്ലാവരും കാഴ്ചയൊക്കെ കാണാൻ പറഞ്ഞപ്പോ അച്ചടക്കത്തോടെ ഇരുന്ന് കാഴ്ച കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. സ്ഥലപ്പേര് എല്ലാവരും മറന്നിട്ടുണ്ടായിരുന്നു എങ്ങടാ പോണേന്നുള്ളത്. അപ്പോ പഠിപ്പിച്ചു കൊടുക്കുകയായിരുന്നു. അപ്പോ ഉൽ എന്ന് പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു നെക്സ്റ്റ് എവിടെ ഇറങ്ങണത്? തെറ്റിച്ച് കാരണം കുറെ കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അല്ല, നമ്മളെ ഇറങ്ങണ സ്റ്റോപ്പിന്റെ പേരെന്താ? ഇനി ഈ ട്രെയിനിൽ നിന്ന് ഇറങ്ങണം ഓൾറെഡി. അവിടെ ഒരു പോയിന്റ് കിട്ടി. അതുകൊണ്ടൊന്നും എന്തായിരുന്നു? അമ്മ കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. നമ്മളെ ഈ ട്രെയിൻ ഇറങ്ങിയിട്ട് സ്റ്റുട്ട്ഗാർട്ടിൽ ഇറങ്ങും. സ്റ്റുട്ട്ഗാർട്ടിൽ നിന്ന് പിന്നെയും നമ്മള് ഒരു ട്രെയിൻ പിടിക്കണം. ആ പോണ സ്ഥലമാണ് കറക്റ്റ് ആയിട്ട് പറഞ്ഞു ഗൈസ്. ഞാൻ സംതൃപ്തയായിരിക്കുന്നു. പിന്നെ അവിടെ പോയിട്ട് ഞങ്ങള് എവിടെ കാണുന്നത്? കത്തീഡ്രൽ, അതായത് ചർച്ചിൽ പോവാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് സമയം എല്ലാം ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ഞങ്ങൾ ഒരു സൂലും കൂടെ പോകും. അങ്ങനെയാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് ഇന്നത്തെ ഡേ. ഇവരെയും കൊണ്ട് നടന്നെത്തുമ്പോഴേക്കും നമ്മള് കത്തീഡ്രൽ മുഴുവൻ കണ്ടു കഴിയുമ്പോഴേക്കും ഞാൻ ക്ഷീണിച്ചു എന്ന് ആരെങ്കിലും ഒക്കെ പറയും. അപ്പൊ ഞങ്ങൾ കുറച്ച് റെസ്റ്റ് ഒക്കെ എടുക്കും. അങ്ങനെയാണ്. പുറത്തൊക്കെ കണ്ടില്ലേ, ഫുൾ മഞ്ഞ. ഈ ഗ്ലാസ്സിൽ എന്തോ ഉണ്ട്, പക്ഷെ നല്ല വ്യൂ ആയിട്ട് കണ്ടോ? പുറത്തൊക്കെ നല്ല വ്യൂ ആണ് ഇപ്പൊ ഉള്ളത്. അച്ചുകുട്ടാ, സീരിയസ് ആണെന്നാ നീ എല്ലാ വീഡിയോയിലും സീരിയസ് ആണെന്നാ പറയണത്. ഇതിനെ കുറിച്ച് നിനക്ക് എന്താ പറയാനുള്ളത്? പറയണം, എന്തെങ്കിലും പറയണം. എന്തിനാണ് ഇത്ര സീരിയസ്നെസ്?
അയ്യോ നേച്ചുറൽ ആയിട്ട് സീരിയസ്നെസ് അത്രേ. ഞങ്ങളെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്, സാന്ദ്ര, പിന്നെ അജിയുടെ സിസ്റ്റർ ഒക്കെ പറയുന്നുണ്ടായിരുന്നു എന്താ പറയാ അജി ഭയങ്കര സീരിയസ് ആണ് എന്നുള്ളത്. അപ്പൊ സീരിയസ് ഫേസ് ഈ വെച്ചിരിക്കുന്നത്. ഈ അണ്ണൻ സിനിമയിൽ നിന്ന് പോയതിനു ശേഷം അജി എന്നും സീരിയസ് മോഡിലാണ്. വിജയ് എന്ന് മൂവിയിലേക്ക് വരുന്നോ അന്ന് മുതൽ ജിങ്കാലാല ആയിരിക്കും. മരുമകൻ പറഞ്ഞിട്ട് അവസാനം അമ്മ മങ്കി കപ്പ ഇട്ടിട്ടുണ്ട്. മങ്കി കപ്പ ഇടാൻ ഇഷ്ടമില്ലാതെ ഇരിക്കായിരുന്നു. ചെവി മൂടുക. പക്ഷെ ഈ സാധനം എന്താ ഇങ്ങനെ ഈ സൈഡിൽ വന്നത്? സൈഡിക്കല്ലേ വരണ്ടേ? ഡീസന്റ് ആയി എന്നാണ് വിചാരം. അല്ല, അത് എത്ര നേരം ഇടും നമുക്ക് നോക്കാട്ടോ. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അമ്മ കുറച്ച് കഴിഞ്ഞ ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് നാടകം തുടങ്ങുന്നതായിരിക്കും. നമുക്ക് നോക്കാം. വീഡിയോയില് ഫുള്ളായിട്ട് ഇന്ന് ഈ മങ്കി ക്യാപ്പ് കാണുമോ എന്നുള്ളത്. ഓക്കെ, ഞാൻ മങ്കിയാവൂ, അമ്മ മങ്കി ക്യാപ്പ് ഇടുമോ നമുക്ക് നോക്കാം. പിന്നെ മങ്കിയാക്കാൻ ആയതുകൊണ്ട് അമ്മ എന്തായാലും ഉരുന്ന് അമ്മ അതിട്ട് നല്ല സുഖം ഉണ്ടാവും. നമ്മളെവിടെ ഇറങ്ങണത്? സ്റ്റുട്ട്ഗാർട്ട്. ഓക്കെ, ഇപ്പൊ ഞങ്ങൾ സ്റ്റുട്ട്ഗാർട്ടിലെത്തി കൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് ഞങ്ങൾക്ക് അടുത്ത കണക്ഷൻ ഉൽമിക്കുള്ള കണക്ഷൻ ഉണ്ടാവും. അത് നോക്കിയിട്ട് പോണം. ഞങ്ങളുടെ RE5 ആണ്. അജി പറയുന്നത് 2 എണ്ണം കാണിക്കുന്നുണ്ട്. അപ്പൊ ഏതെങ്കിലും ഒന്ന് ക്യാൻസൽ ചെയ്യുന്നൊക്കെയാണ് പറയുന്നത്. ഐ എം നോട്ട് ഷുവർ. ഞാൻ അജിക്കുട്ടന്റെ ജാക്കറ്റ് തിരിച്ചു വെച്ചേന് അജയേഷിനെ എടുക്കുക അത്രയും. എനിക്ക് ഈ ജാക്കറ്റ് ഇഷ്ടം. ഞങ്ങൾ ഇറങ്ങാൻ പോവുകയാണ്. ഗൈസ്, നടക്കില്ല ഗൈസ്. ഇരട്ടകളാണ് ഇപ്പോ. കണ്ടോ ഈ ഇരട്ടകളെ കണ്ടില്ലേ? അവരെപ്പോഴും ഇപ്പൊ ഇരട്ടകളായിട്ടാണ് നടക്കുന്നത്. നിങ്ങൾ എന്റെ പണ്ടത്തെ വീഡിയോ ഒക്കെ ഇൻസ്റ്റയിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ ഞാൻ ഒരു പ്രാവശ്യം ഉൽമിന്റെ ഒരു ഇത് ഇട്ടിട്ടുണ്ടായിരുന്നു. ഞങ്ങള് ബ്ലോട്ട് ഓഫ് എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലം കാണാൻ വേണ്ടിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോ ആ സ്ഥലത്തിന്റെ ഇവിടേക്ക് പോകണമെങ്കിൽ ആദ്യം ഈ പറഞ്ഞ പോലെ ഉൽമിൽ ഇറങ്ങണം. ഉൽമിൽ ഇറങ്ങിയിട്ട് വേണം പോകാൻ. പക്ഷെ ഇവരെ കൊണ്ട് ഞങ്ങൾ കാർ എടുക്കുമ്പോൾ ബ്ലോട്ട് ഓഫിൽ പോകാന്ന് വിചാരിച്ചിട്ടാണ്. ബിക്കോസ് ഇനിയും ഒരു 45 മിനിറ്റ്സ് ഉണ്ട്. പിന്നെ അവിടെ ഒരു 1.5 hours നടക്കാനുണ്ട്. അപ്പൊ അതൊക്കെ അവിടെ ചിലപ്പോൾ ഇവരെയും കൊണ്ട് മാനേജ് ചെയ്യാൻ പറ്റില്ല. സോ ഇവിടേക്ക് എന്തൊക്കെയോ പണി നടക്കുക തോന്നുന്നുണ്ട്. അതുകൊണ്ട് അപ്പോ ഉൽം സിറ്റിയിലാണുള്ളത്. അതാണ് ആ കാത്തഡ്രൽ. അങ്ങനെ നമ്മളിപ്പോ എവിടെയാണ്? ഇവിടെ ഉൽമ. നമ്മളെവിടെയാണ്? ഉൽമ. എനിക്ക് ഡോണറിന്റെ സ്മെല്ല്, പോമസിന്റെ ഒക്കെ സ്മെല്ല് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് കഴിച്ചിട്ട് പോകാൻ പറ്റുള്ളൂ. അത് കഴിക്കാതെ തോന്നാറില്ല. ഇത് പ്ലാനിലുണ്ടായിരുന്നില്ല. ഇതിപ്പോ സഡൻ ആയിട്ട് ഞങ്ങൾ കഴിച്ചിട്ട് പോവാന്ന് വിചാരിച്ചിട്ട് ഇവിടെ ഇരുന്നിരിക്കുകയാണ്. പക്ഷെ ഞങ്ങൾ ഇവിടുത്തെ ഒരു സ്പെഷ്യൽ ഐറ്റം കഴിക്കാന്ന് വിചാരിച്ചിട്ടിരുന്നതാണ്. പക്ഷെ അവർ പറഞ്ഞു ഫിനിഷ് ആയിന്ന്. സോ വി ആർ ഗോയിങ് ടു ഹാവ് ഓൺലി ഡോണർ ആൻഡ് പോമസ്. എനിക്ക് വിശന്നിട്ടാണ് ഗൈസ്, നല്ല വിശപ്പുണ്ട്. ഇവിടെ പിന്നെ വിശപ്പൊന്നും ഇല്ലാത്ത മുഖമാണ് അയാൾ. ഇതൊക്കെയാണ് ഇവിടെ കിട്ടുന്ന ഫുഡ്.
അജി പണ്ട് ജോലിയൊക്കെ ചെയ്യണ സമയത്ത് പാർട്ട് ടൈം ഒക്കെ ചെയ്യണ സമയത്ത് വെറും ഡോളർ. കണ്ടോ കണ്ടോ, നല്ല ടേസ്റ്റ് ആവും ഗൈസ്. അമ്മ ഉരുളക്കിഴങ്ങ് മാത്രമേ ടേസ്റ്റ് ചെയ്തിട്ടുള്ളൂ. ടേസ്റ്റില്ലേ? ഉള്ളി കിട്ടിയുള്ളൂ. Händchen oder Kaufgleich. ചീത്തത് വീട്ടും, എന്നിട്ട് അമ്മ ചീത്ത പറയും. ആ ഇവിടുത്തെ സിറ്റിയാണ്. അപ്പൊ ഞങ്ങൾ ഇന്നൊരു ഉൽ സിറ്റി ടൂറും ഉണ്ട്. സിറ്റി ടൂർ മീൻസ് ഞങ്ങളുടെ തന്നെ സിറ്റി ടൂർ. പിന്നെ നമ്മള് ഇവിടുത്തെ എന്താ പറയാ ചർച്ചും കാണും, പിന്നെ സൂല് പോവും. അങ്ങനെ അച്ഛ അമ്മ അമ്മ അവര് ഇവിടുത്തെ ഫേമസ് ഉൽമില കത്തീഡ്രലാണ്. അപ്പോ അങ്ങനെ ഇത് കാണാൻ വന്നിരിക്കുകയാണ്. നടന്നു വരുന്നുണ്ട് അവർ. സോ ക്രിസ്മസിന്റെ ഇതൊക്കെ തുടങ്ങി. എന്ത് ഭംഗിയായിട്ടാണ് അവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഗേൾസിന് വേണ്ടിട്ട് മാത്രം, ലേഡീസ് എന്റെ ആൾക്കാർക്ക് വേണ്ടിട്ട്. ഇവിടെയൊക്കെ ആൾക്കാര് മ്യൂസിക് എന്തെങ്കിലുമൊക്കെ ഇൻസ്ട്രുമെന്റ് എടുത്തിട്ട് പ്ലേ ചെയ്യുന്ന ആൾക്കാരാണ്. ഹലോവിന്റെ ഇന്ന് സാറ്റർഡേ ആയതുകൊണ്ട് ഇവിടെ മുഴുവനും മാർക്കറ്റൊക്കെ തുറന്നു വെച്ചിട്ടുണ്ട്. എന്തെങ്കിലും എനിക്ക് പറ്റിയത് മേടിക്കാനുണ്ടോ നോക്കാം. പക്ഷെ ഞാൻ അധികം ഒന്നും മേടിക്കില്ല, ബിക്കോസ് ഇത് മേടിച്ചിട്ട് അങ്ങനെ പോണ്ടേ, അതുകൊണ്ട്. കോളിഫ്ലവർ ഉണ്ടോ? ആ കണ്ടോ ചെടികളൊക്കെ. ഇത് കണ്ടോ മല്ലിയുടെ ഇലകളുള്ളത് കാണുന്നില്ലേ?
ഇത് നമ്മുടെ മീൻറ്റ് ലീഫ് ഉണ്ട്. സോ ഞങ്ങൾ ഇതിന്റെ ഉള്ളിൽ കയറാൻ പോവാണ്. ചർച്ചിന്റെ ഞങ്ങൾ ആ ചർച്ചിലെത്തിയിട്ടുണ്ട്. ഇവിടെയൊക്കെ ഇങ്ങനെ സോ ഈ പള്ളിയുടെ രൂപം ഇങ്ങനെയായി മാറുമായിരിക്കും. കുറച്ചും കൂടെ അവർ കളർഫുൾ ആക്കാൻ നോക്കുന്നുണ്ട് തോന്നുന്നു. അതിന്റെ ആ ഒരു പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഇങ്ങനെ ആക്കാൻ പോവുക തോന്നുന്നുണ്ടല്ലേ അവര്. അങ്ങനെ നാട്ടിലുള്ള എല്ലാവരും എൻ്റെ വീഡിയോ കണ്ടിട്ട് ഈ പള്ളിയിൽ വന്നതായിട്ട് ഇങ്ങനെ വിചാരിക്കുക. നമുക്ക് ഇവിടുന്ന് വൈദ്യുതി എടുത്ത് കത്തിക്കൊക്കെ ചെയ്യാം. പക്ഷെ അതിന്റെ എടുക്കണതിനനുസരിച്ചിട്ട് അതിന്റെ പൈസ അവിടെ ഇട്ടിട്ട് ഇതാക്കുകയാണ് നല്ലത്. ആൾക്കാരെടുത്ത് ചെയ്യണവരും ഉണ്ട്, പക്ഷെ ബേസിക്കലി ഇടണം പൈസ. ഈ പള്ളി ശരിക്ക് 1890 ഉണ്ടാക്കിയതാണ്. അത്രയും വലിയ പള്ളിയാണ്. അവരുടെ കുറെയൊക്കെ ആ പഴയ ആ ഒരു രൂപം തന്നെയാണ് ഉള്ളത്. അവരധികം അതിനെ മോഡേൺ ആക്കാനൊന്നും നോക്കണില്ല. ഞാൻ കുറച്ചു നേരം അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കട്ടെ കേട്ടോ. ഇതാണോ അതിന്റെ ഉള്ളിലൊക്കെ ഇവിടെ എന്തൊക്കെയോ പണി നടക്കുന്നുണ്ട്. എനിക്ക് പറഞ്ഞു തരാൻ മാത്രം നോളേജ് ഇല്ല എന്നൊരു തോന്നലുണ്ട്. ഇവിടെയൊക്കെ ഓരോരുത്തരുടെ പേരുകൾ എഴുതി വെച്ചിട്ടുണ്ട്. ഉള്ളിലൊക്കെ എന്തോ ഉണ്ട് കാണാനായിട്ട്. നമുക്ക് ഇതിൽ ഇരിക്കാൻ പാടില്ല. അത് ചെയ്യാനായിട്ട് കുറെ കഷ്ടപ്പെട്ടിട്ടുണ്ടാണ്.
ഒരു ഈഗിളാണോ? ഒക്കെ അവിടെ ഫോട്ടോ എടുക്കുമായിരുന്നു. അടിച്ചെടുക്കണ്ടോ വീഡിയോ? സോ ഞങ്ങള് പോർക്ക് സോസേജ് മേടിച്ച് ഇവിടെ ട്രൈ ചെയ്യിപ്പിക്കുകയാണ്. അജി ഈറ്റ്. ഇത് വേറെ അത് മൊത്തം തീർക്കേണ്ടത് വേറെ ഇതൊക്കെ വേണ്ട. അവർക്ക് രണ്ടാൾക്കുള്ളതാ, അച്ഛന്മാരുടെ. എങ്ങനെയുണ്ട്? ഇഷ്ടായോ? അച്ഛന് ഏതാ ഇഷ്ടായ? അച്ഛൻ രണ്ടും പോർക്ക. പക്ഷെ അച്ഛന് ഏതാ ഇഷ്ടായേ? ഇതാണ് ഇതില് സോസ് ഇത് കൂടുതലാ. സോസ് സ്വീറ്റ് സോസ് ഉള്ളതുകൊണ്ട് അച്ഛന് ഇത് ഇഷ്ടായത്. അതിലൊരു ചോറും സോ ഞങ്ങള് ഇവിടുന്നായിരുന്നു ഞങ്ങളുടെ സോസേജ് മറിച്ചത്. പോർക്ക് സോസേജ് ഒക്കെ ഇറ്റ് വാസ് യമ്മി. അത് നല്ലായിരുന്നു, എനിക്ക് ഇഷ്ടമായി. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു.